പശ്ചിമേഷ്യയെ പിടിച്ചുലയ്ക്കുന്ന ഇറാൻ-US യുദ്ധം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവസാനിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് അമേരിക്കയുടെ ലക്ഷ്യമല്ലെന്നും ട്രംപ് വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ വെച്ച് വ്യക്തമാക്കി. ഇറാനുമായി ഒരു ഔദ്യോഗിക കരാറോ ഉടമ്പടിയോ ഇല്ലാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ US-ന് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതായിരുന്നു സൈനിക നടപടിയുടെ പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യം കൈവരിക്കപ്പെട്ടു എന്ന് ട്രംപ് അവകാശപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഏർപ്പെടണമെന്ന് നിർബന്ധമില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഏകപക്ഷീയമായി തന്നെ US പിന്മാറ്റത്തിന് തയ്യാറാണെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. വരും ആഴ്ചകളിൽ തന്നെ സംഘർഷത്തിന് വിരാമമിടാൻ കഴിയുമെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതീക്ഷ. അതേസമയം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അൽ ജസീറയോട് പ്രതികരിക്കവേ അമേരിക്കയുമായി സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചു. എന്നാൽ നിലവിൽ വാഷിംഗ്ടണുമായി യാതൊരുവിധ ഔദ്യോഗിക ചർച്ചകളും നടക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിൽ വരും ദിവസങ്ങൾ അതീവ നിർണായകമാണെന്നും ശത്രുവിനെ തുരത്താൻ അമേരിക്കൻ കരസേനയെ നേരിട്ട് യുദ്ധഭൂമിയിൽ ഇറക്കുന്ന കാര്യം തള്ളിക്കളയാനാവില്ലെന്നും US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പ്രതികരിച്ചു. രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹെക്സത്ത് അമേരിക്കയുടെ ശക്തമായ നിലപാട് വെളിപ്പെടുത്തിയത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ സജീവമാണെങ്കിലും സൈനിക നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് പെന്റഗൺ നൽകുന്നത്. ഇറാനെതിരെ സ്വീകരിക്കാൻ പോകുന്ന സൈനിക തന്ത്രങ്ങൾ മുൻകൂട്ടി വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിൽ താൻ രഹസ്യ സന്ദർശനം നടത്തിയതായും അദ്ദേഹം വെളിപ്പെടുത്തി. സുരക്ഷാ കാരണങ്ങളാൽ സന്ദർശനം നടത്തിയ സ്ഥലങ്ങളുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. US സൈനിക മേധാവി ജനറൽ ഡാൻ കെയ്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു മാസമായി തുടരുന്ന സൈനിക നീക്കത്തിലൂടെ ഇറാന്റെ 11,000 ലക്ഷ്യസ്ഥാനങ്ങൾ തകർത്തതായി അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ, ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ എന്നിവ തകർക്കുന്നതിലാണ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇറാന്റെ നാവികസേനയ്ക്ക് മേൽ അമേരിക്കൻ സൈന്യം ആധിപത്യം സ്ഥാപിച്ചതായും കടലിൽ മൈനുകൾ വിന്യസിക്കാനുള്ള അവരുടെ ശേഷി ഇല്ലാതാക്കിയതായും ജനറൽ കെയ്ൻ വ്യക്തമാക്കി. സൈനിക നടപടികൾ തുടരുമ്പോഴും സമാധാന ചർച്ചകൾക്ക് വഴി തുറക്കുന്നുണ്ടെന്നും ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ കരുത്താർജിക്കുമെന്നുമാണ് പെന്റഗണിന്റെ വിലയിരുത്തൽ. അതേസമയം ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ സഹകരിക്കാൻ വിസമ്മതിക്കുന്ന സഖ്യകക്ഷികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ കാരണം ഇന്ധനക്ഷാമം നേരിടുന്ന രാജ്യങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തെത്തിയത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അദ്ദേഹം 2 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അമേരിക്കയുടെ പക്കൽ ആവശ്യത്തിന് ഇന്ധനമുണ്ടെന്നും അത് വാങ്ങാൻ തയ്യാറാകണമെന്നുമാണ് ഒന്നാമത്തെ നിർദ്ദേശം. വൈകിയാണെങ്കിലും അല്പം ധൈര്യം സംഭരിച്ച് ഹോർമൂസ് കടലിടുക്കിലേക്ക് നേരിട്ട് ചൈന ഇന്ധനം പിടിച്ചെടുക്കണമെന്ന പരിഹാസ രൂപേണയുള്ള വെല്ലുവിളിയാണ് അദ്ദേഹം രണ്ടാമതായി നടത്തിയത്. ബ്രിട്ടന് പുറമെ ഫ്രാൻസിനെതിരെയും ട്രംപ് കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു. ഇറാന് നേരെയുള്ള നീക്കങ്ങൾക്കായി യുദ്ധ സാമഗ്രികൾ വഹിച്ചുകൊണ്ടുള്ള വിമാനങ്ങൾക്ക് തങ്ങളുടെ ആകാശം ഉപയോഗിക്കാൻ അനുമതി നൽകാത്ത ഫ്രാൻസിന്റെ നിലപാട് അങ്ങേയറ്റം നിസ്സഹകരണപരമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ അമേരിക്കയോടൊപ്പം നിൽക്കാത്ത യൂറോപ്യൻ രാജ്യങ്ങളുടെയും അവരുടെ നേതാക്കളുടെയും നിലപാടിനെ അദ്ദേഹം രൂക്ഷമായി പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.